എൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ മാറ്റമുണ്ടായത് പറയണം. ആൻഡ്രേസ് ഫസ്റ്റ് വൺ. ആരാ പറയാ ആദ്യം? ദീപേഷ്, 1 minute. ഫസ്റ്റ് ഐ വിൽ ടേക്ക് ദീപേഷ്. ഓക്കെ. വന്നതിന് ശേഷം പലതും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം ഇപ്പം ഒരു മനസ്സിന് ശക്തിയുണ്ട്. ഓക്കെ, വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ജസ്റ്റ് ഓൺലി മാറ്റർ ഓഫ് ഡിറ്റർമിനേഷൻ ആണെന്ന് മനസ്സിലാക്കി. അപ്പം ഇത് മുന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷെ അത് കുറ്റബോധം ഇല്ല, ആ സമയത്ത് തോന്നിയില്ല. പിന്നെ അപ്പം വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ട് എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ത്വര വന്നു. സോ എല്ലാം കൂടി ഒരുമിച്ച് വന്നതായിട്ടുള്ള ഒരു പ്രശ്നം മാത്രം. അപ്പൊ അതൊരു ക്രാഷായി പോകുന്ന പോലെ ഉണ്ട്. ആ സമയത്ത് ഇപ്പം ഇതും കൂടി നന്നായിരുന്നെങ്കിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് പടിപ്പടിയായിട്ട് ആദ്യം ഒന്ന് എങ്ങനെ അതിനെ ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാം കൊണ്ടുപോകാം വെച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് വന്നപ്പം എല്ലാം ചെയ്യണം എന്നുള്ള ഒരു വ്യഗ്രതയുണ്ട്. പക്ഷെ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഗുഡ്. അതാണ് ഒരു വലിയ മാറ്റം. വെച്ചാൽ ഒരുപാട് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ അതിനൊന്ന് ചെയ്തെടുക്കാൻ അതാണ് സാറ് സഹായിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് യുവർ ട്രാൻസിഷൻസ് പീരീഡ് അല്ലേ? കൃത്യമായിട്ടുള്ള ട്രാൻസിഷൻ പീരീഡിലേക്കാണ്. കാരണം നിങ്ങൾ തുടങ്ങിയതുള്ളൂ, 1 മാസം 1.5 മാസത്തെ യാത്ര മാത്രമാണ്. ആ ട്രാൻസിഷൻ ആയതുകൊണ്ടാണ് ഒരു ഉള്ളിലുള്ള റെസിസ്റ്റൻസിനെക്കാട്ട് ഉപരി ഇറ്റ്സ് എ ഫിയർ ഓഫ് ഫെയിലിയർ. ആ ഒരു പേടി പിൻവലിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഒരു സമയം സെയിം ഈക്വലി ക്യാൻ ഡു എന്നുള്ള ഒരു ഇതും ഫോഴ്സും വരുന്നുണ്ട്. രണ്ടും ഒരു ഈക്വൽ ആയിട്ട് ഫ്രിക്ഷനിൽ പോകുന്നുണ്ട്. അത് ഓവർകം ചെയ്യണം, അത്ര തന്നെ. യെസ്. ഓക്കെ. എന്ത് ചേഞ്ചസ് ചെയ്താൽ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്? ഏത് ആക്ഷനിലൂടെ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും? വീണ്ടും അഡ്മിറ്റായിപ്പോ. ഓക്കെ. അതിനെ ഓർഗനൈസ് ചെയ്യുക, അതാണല്ലോ ഇപ്പം ഗോൾ സെറ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്നത്. വെച്ചാൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വാട്ട് ടു ടാക്കിൾ ഫസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഒരു ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ. ഞാൻ അതിനെ മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിച്ചാൽ, ഹൗ ഡു യു അക്സെപ്റ്റ് ഇറ്റ്? ഇഫ് യു ഹാവ് എൻ ഡിറ്റർമിനേഷൻ യു ക്യാൻ ഡു ഇറ്റ്. ഡിറ്റർമിനേഷൻ ഉണ്ട് സാറേ ഇപ്പോഴും. പക്ഷെ അവിടെ അതിനെ ഒന്ന് ചിട്ടപ്പെടുത്താനുള്ള ഡിറ്റർമിനേഷൻ ഉണ്ട്. അപ്പൊ അതിനെ ചിട്ടപ്പെടുത്താനാണ് ബുദ്ധിമുട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഡിറ്റർമിനേഷൻ പിന്നെ ക്വിറ്റ് വരില്ല. ഇല്ല, ക്വിറ്റില്ല. പക്ഷെ ക്വിറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ ഒരു ഡിസോർഗനൈസേഷൻ മാത്രമാണ് ഉള്ളത്. ബട്ട് പറ്റുന്നുള്ള സെയിം ടൈം ആ മുന്നേ ഇല്ലാതിരുന്ന ഒരു സാധനം വന്നപ്പം അതൊരു ഹരമായി മാറി. ഇറ്റ്സ് ലൈക്ക് ഐ കാൺ ഗോ ബാക്ക് എന്നുള്ള ഒരു ഹരം വന്നു. ബട്ട് അതേ സമയത്ത് ആ ഡിസോർഗനൈസേഷനാണ് റിയലി സ്ട്രഗിൾ ചെയ്യുന്നത്. ഐ എം ട്രൈങ് ലൈക്ക് അകത്തുള്ള റെസിസ്റ്റൻസ് ഇസ് ബ്ലോക്കിംഗ് യു. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. അവിടെയാണ് ബ്രെയിൻ്റെ ഏറ്റവും വലിയ കളി നടക്കുന്നത്. ബ്രെയിൻ എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാനാണ് താല്പര്യം. നിങ്ങളൊരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ തന്നെ ബ്രെയിൻ പറയുമ്പോൾ ഉറങ്ങാം, എനിക്ക് വയ്യ എന്ന് ബ്രെയിൻ പറയുന്നത് അതിന് കംഫർട്ട് സോണിൽ നിൽക്കാൻ വേണ്ടി. അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും കറേജസ് ആയി ഡിറ്റർമിനായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ബ്രെയിൻ നമ്മളെയും കൊണ്ടുപോകും. മറ്റൊന്നുമല്ല, ഇതിന്റെ അവസ്ഥ ഇതാണ്. ആ ഒരു ഹരം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇട്ടേച്ച് പോകുമായിരുന്നു. പക്ഷെ ആ ഒരു വൺ സൈഡ് ആ ഒരു ലഹരി വന്നു. മീൻസ് എക്സാക്ട്ലി ഐ ക്യാൻ യൂസ് ദ വേർഡ് എക്സാക്ട്ലി, ഇറ്റ്സ് നഷ ഓർ ലഹരി. ആ ലഹരി വന്നപ്പം വിട്ടു പോകാൻ തോന്നുന്നില്ല. പക്ഷെ അതിനൊരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. Thank you very much, Dipesh. Keep it up. Next, Hira. Unmute ചെയ്തോ. ഞാനിപ്പോ സാറിന്റെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ തോട്ട്സ് ക്യാൻ ക്രിയേറ്റ് അവർ ലൈഫ് എന്നുള്ള ഒരു അത് ഞാൻ പഠിച്ചു. അത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എന്റെ എല്ലാ വാക്കുകളിലും തോട്ട്സിലും കുറച്ച് കോൺഷ്യസ് ആവാൻ തുടങ്ങി. ഇപ്പൊ എന്തെങ്കിലും പിള്ളേരെടുത്ത് പറഞ്ഞാലും അയ്യോ ഇതിങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഈച്ച് ആൻഡ് എവറിത്തിങ് കുറച്ചും കൂടെ കോൺഷ്യസ് ആയി. പിന്നെ അത് മാത്രല്ല, വേറൊരു ബ്ലെസ്സിങ് എന്ന് തന്നെ പറയാം, മെഡിറ്റേഷനിലെ ഹാപ്പിനെസ്, ആ ഫീല് കിട്ടിത്തുടങ്ങി. ഇത്ര നാള് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ വേറെയും 1-2 ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു എന്താണെന്നറിയാതെ ചുമ്മാ കണ്ണടച്ചിരിക്കുന്ന ഒരു ഫീലായിരുന്നു. വാട്ട് എക്സാക്ട്ലി വി ഷുഡ് ഡു എന്നുള്ളത് ഈ മെഡിറ്റേഷൻ ക്ലാസ്സിലൂടെ ഐ ലേൺ. താങ്ക് യു സോ മച്ച്. പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ ജസ്റ്റ് 1 മന്ത് ആയിട്ടുള്ളൂ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട്, ലേറ്റിലൂടെയുള്ള എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് 1 മന്ത്. എന്നാലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ക്ലാരിറ്റി വന്നു, കാര്യങ്ങൾ നടന്നു, എന്റെ അഫർമേഷൻസ് എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും ഒരു കാര്യം, ഒരു 100 കാര്യം നടന്നു, അല്ല ഒരു 99 കാര്യം നടന്നു, ഒരു കാര്യം നടന്നില്ലെങ്കിൽ എന്റെ ചിന്ത അതെന്താ നടക്കാഞ്ഞ് എന്നുള്ള ഒരു ഇമോഷൻ അത് എന്നാലും അതെന്താ സംഭവിക്കാഞ്ഞ് എന്നുള്ള ഒരു ഇതുണ്ട്. അത് ശരിയല്ല. അത് ലെറ്റ് ഗോ ചെയ്യാൻ കുറച്ചും കൂടെ ഞാൻ ലേൺ ചെയ്യണം എന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഫണ്ടാസ്റ്റിക്, അടിപൊളി. അമേസിംഗ് റിസൾട്ടുകൾ വരുത്തിയ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അമേസിംഗ് റിസൾട്ടുകൾ. അടുത്ത റിസൾട്ട് കൊണ്ട് നിങ്ങൾ 2 ദിവസം കൊണ്ട് വീഡിയോ രൂപത്തിൽ കാണുന്നതായിരിക്കും. നമ്മുടെ ഇപ്പോഴുള്ള ക്ലാസ്സിലെ കോടിപതി ക്ലാസ്സുകളിലെയും ഏറ്റവും വലിയ കോടീശ്വരിയായിട്ടുള്ള ഒരു പിക്ചറും കൂടി നിങ്ങൾ കാണും. വെയിറ്റ് ആൻഡ് സീ. അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും സമയം കൊണ്ട് അങ്ങനെ ഡിസിഷൻ എടുക്കാനും അങ്ങനെ ഒരു കാര്യം വീട്ടിലേക്ക് സ്വന്തമാക്കാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം. അതെന്താ വെച്ചാൽ സാർ എല്ലാവർക്കും ഉണ്ട്, ഓട്ടുള്ള സംഭവം ഉണ്ട്. ഈ ഞാൻ പറഞ്ഞ ആ കാര്യം വേണം എന്ന് കുറെ വർഷം കൊണ്ടുള്ള ആഗ്രഹം, വേണ്ട എന്തിനാന്നുള്ളൊരു ചിന്ത. പക്ഷെ ഇപ്പൊ അത് വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. അതൊരു വലിയൊരു കാര്യമാണ്. ഞാൻ എന്റെ എല്ലാ അഫർമേഷൻസിന്റെ ബുക്ക് സാർ എന്റെ അടുത്ത് നമ്മുടെ പേഴ്സണൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, എല്ലാ അഫർമേഷൻസും യു ഷുഡ് റൈറ്റ് 21 days എന്ന്. ഫസ്റ്റ് ഡേ തൊട്ട് ഇന്ന് വരെ അതിലുണ്ടായിരുന്നു ആ സാധനം. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വർക്ക് ചെയ്യാൻ തുടങ്ങി. താങ്ക് യു. വണ്ടർഫുൾ, വണ്ടർഫുൾ. Thank you, താങ്ക് യു sir. വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് രതിയെ എടുക്കാം. താങ്ക് യു. എനിക്ക് സാറിനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. താങ്ക് യു, ഒരുപാട് നന്ദി, കോടി നന്ദി. അത്രയും, അതായത് ഞാൻ ചിന്തിച്ചിരുന്നതൊന്നല്ല ജീവിതം എന്ന് സാറാണ് എന്നെ പഠിപ്പിച്ചത്. അത് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അത് ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളാണ്. പക്ഷെ കൃത്യമായി ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അത് സാറ് എന്നിലേക്ക് തന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ജീവിതത്തില് ഒരുപാട് ടെൻഷനും ഒരുപാട് കഷ്ടപ്പാടും ഇതൊന്നല്ല ജീവിതം എന്ന് പഠിപ്പിച്ചു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ. ഞാൻ വിചാരിച്ചതൊന്നല്ല ജീവിതം, ഇതാണ്. അപ്പൊ ഞാനാണ് ശരിയാവണ്ടേന്ന് സാർ ശരിക്കും പഠിപ്പിച്ചു തന്നു എന്നെ. ഞാൻ ശരിയായി. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ പവർ, അത് നമ്മള് അപ്പൊ ശരിയാവും അങ്ങനെയല്ല, അത് ഒരു വലിയ പവർ. അത് ഞാൻ കോടിപതി ആവുന്ന സാധനം പറഞ്ഞാൽ ഞാൻ കോടിപതി ആയിരിക്കും, ഉറപ്പായിട്ടായും. കാരണം എൻ്റെ ആ പവർ അത്രയും പവറിലേക്ക് എത്താൻ ഇനി കുറച്ചുള്ളത് വാക്കുകളാണ് എൻ്റെ കുറവ്. അതായത് ഞാൻ സംസാരിക്കൽ ഇതിൽ കുറവുള്ള ആളാണ്. കേട്ടാലും തിരിച്ച് മറുപടി പറയുമ്പോ അതിലെന്താ കുറവ് ഉണ്ടാവുമോ എന്ന് സംശയിച്ചുകൊണ്ട് ഞാൻ മറുപടി പറയാതെ പരമാവധി ഒഴിവാകും. എന്താന്ന് വെച്ചാൽ അറിയാണ്ടല്ല, പക്ഷെ അത് പറഞ്ഞാൽ അതിൽ കുറവുണ്ടെങ്കിൽ അതൊരു മറ്റൊരാൾക്ക് വേദനയാവും അല്ലെങ്കിൽ വേറൊരു വിഷമാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടില്ല. അതും കൂടി എനിക്കൊന്ന് മാറ്റം വരുത്തി കിട്ടിയാൽ പൂർണ്ണമായും ഞാൻ സംതൃപ്തിയാണ്. ഈ ലോകത്ത് ഇങ്ങനെ ഒരു ക്ലാസ് തന്നതിന് സാറിനെ, ഭൂലോകത്ത് ആരുണ്ടെങ്കിലും ഇത് കേട്ടിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. ഞങ്ങളൊക്കെ സീറോയിൽ കിടന്നതാണ്. സീറോ എന്ന് പറഞ്ഞാൽ വളരെ സീറോയിൽ നിന്ന് ജീവിതം പിടിച്ചു കയറി വന്നതാണ്. അപ്പൊ ഒരു വട്ടം പൊന്തും, താഴെ വീഴും, പിന്നെയും കുറച്ച് പൊക്കി പിടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുവരും, താഴെ പോകും. അതല്ല നമ്മൾ താഴെ പോണതിന്റെ കാരണം എന്താന്ന് കറക്റ്റ് ആയിട്ട് എന്റെ മൈൻഡ് പവർ കൂട്ടിയതുകൊണ്ട് എനിക്ക് ഇനി താഴെ പോവില്ലെന്ന് ഗ്യാരണ്ടീഡാണ്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇനി തോൽക്കില്ല. സത്യസന്ധമായി പറയാം, ഞാൻ ഒരിക്കലും ഇനി ജീവിതത്തിൽ തോൽക്കില്ല. അതിന് എന്ത് പഠിക്കേണ്ടി വന്നാലും എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും ഞാൻ ഏറ്റെടുത്ത് ചെയ്യും. അത് 3:30 2:30 അത് എനിക്ക് മൈൻഡുണ്ട്. ഞാൻ ഏത് വീട്ടിൽ പോയാലും ഇപ്പൊ നിൽക്കില്ല. കാരണം എനിക്ക് 3:30 എണീക്കണം എന്ന് തോന്നിയാൽ എന്റെ വീട്ടിലേ അതിന്റെ സൗകര്യം ഉണ്ടാവുള്ളൂ, മറ്റുള്ളവർക്ക് ശല്യമാവും. അതുകൊണ്ട് ഞാൻ കറക്റ്റ് 12 മണിക്ക് 1 മണിക്ക് ചിലപ്പോ തിരിച്ചു വരേണ്ടി വന്നാലും എല്ലാവരും ചോദിക്കും, ഈ രാത്രിയിൽ ഈ പെണ്ണ് എന്തിനാ പോണെന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. പക്ഷെ ഞാൻ തിരിച്ചു വരും. സാറിന്റെ ക്ലാസ് അത്രയും പവറാണ്. ആ പവർഫുൾ എനിക്ക് കിട്ടി. ദൈവസഹായം കൊണ്ട് എനിക്കൊരു ഇത് മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും പറയുമ്പോ സങ്കടം വരിക. കാരണം ഫീലിംഗ് ഒന്നും ഇല്ല, പക്ഷെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതെന്താന്നൊരു പിടുത്തമില്ല. ഇനി ഡോക്ടറെ കണ്ട് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോന്ന് അറിയില്ല. ബാക്കിയെല്ലാം സംതൃപ്തിയാണ് ഞാൻ, ഭയങ്കര സംതൃപ്തിയാണ് ഞാൻ.
എന്റെ യെസ്. മക്കള് ചോദിച്ചു എന്താ അമ്മയ്ക്ക് ഇതുപോലെ മാറ്റം വരാൻ കാരണം. എന്നിട്ട് എന്നോട് ചോദിച്ചു സാറിന്റെ ക്ലാസ് ഞാൻ എന്റെ മോള് ഗൾഫിലായിരുന്നു, അവള് ഇവിടെ വന്നു. അപ്പൊ അമ്മ ഈ ക്ലാസ് എന്തിനാ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യണത്? ഇത് എപ്പോഴും എപ്പോഴും ക്ലാസ് ആണല്ലോ, എന്തിനു വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യണം? എന്ത് മാറ്റം, അമ്മേരെ മാറ്റം ഇതുകൊണ്ടാണോ വന്നേ എന്ന് ഇന്നലെ എന്നോട് എന്റെ മോള് ചോദിച്ചു. അപ്പൊ അവൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്റെ ക്ലാസ് ഞാൻ ഇട്ട് തരാം, എന്നോട് കേട്ട് നോക്ക്, എന്നിട്ട് മനസ്സിലാക്കി പഠിക്കാം. അതായത് ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, സാറിനെ പ്രത്യേകിച്ച് പുകഴ്ത്തി ഒന്നും പറയുന്നതല്ല. ഞാൻ മെന്റർമാരുടെ ഒരു 3-4 ആളുടെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത ആളാണ്. സാറിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ കാണുന്നതിന് മുന്നേ കാശ് കൊടുത്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് വേറൊരു ലെവലാണ്. ഞാൻ സാറിനോട് ഈ ഇതിലുള്ള കേൾക്കുന്ന എല്ലാവരോടും പറയണം, ഇനി വേറെ എവിടെയും പോണ്ട. ഞാൻ സീറോയിൽ നിന്ന് ഇന്ന് കോടീശ്വരി സമ്പത്ത് വരും പോവും, അത് ക്ലബിലേക്ക് നമ്മുടെ എത്തിയിട്ടുണ്ട്. ലോകത്തുള്ള നമ്മുടെ അതെ, ഞാൻ സമ്പത്ത് വരും പോകും, കോടീശ്വരന്മാരെ എനിക്കതിലൊരു ക്ലബിലേക്കുള്ള പ്രോബ്ലവും വലിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അംഗമാണ് ഞങ്ങൾ. ഇന്ന് ഔദ്യോഗികമായിട്ട് തീർച്ചയായിട്ടും. കോടീശ്വര ക്ലബിന്റെ ഭാരവാഹികളെയൊക്കെ തെരഞ്ഞെടുത്തു. കോടീശ്വര ക്ലബ്ബ് ഔദ്യോഗികമായി ഇന്ന് നിലവിൽ വന്നു. എല്ലാം ഇപ്പൊ സംസാരിച്ച എല്ലാവരും അത് ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ചവരാണ്. അല്ലാതെ വെറുതെ കയ്യിലുള്ള കോടികൾ കൊണ്ട് വന്നവരല്ല, ഉണ്ടാക്കാൻ നമുക്ക് സ്വന്തം പറ്റുമെന്ന് തെളിയിച്ച അംഗങ്ങളാണ്. എനിക്കിപ്പോഴും ഓർമ്മയുള്ള രതി എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയില്ലേ, വേസ്റ്റ് കൊട്ടയൊന്നുമല്ല, ഒരു നെഗറ്റിവിറ്റിയുടെ വലിയൊരു കൂമ്പാരമായിട്ടാണ് വന്നത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കരച്ചിലും പിഴിച്ചലും പരാതികളും പരിഭവവും എല്ലാവരെ പറ്റിയിട്ടും. ഇത് മാത്രമുള്ള ഒരാളായിരുന്നു 1 to 1 എടുത്തിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത്. ഞാൻ പറഞ്ഞു, ഇതെന്തൊക്കെ ഈ പറയണേ, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളും അവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന ആൾക്കാർ. ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി അല്ലേ, ഏകദേശം ക്ലാസ്സുകളിൽ പങ്കെടുത്തു. ഇന്നിപ്പോൾ ഇരിക്കുന്ന ഐ എം പ്രൗഡ് ടു സേ ടോട്ടലി. നിങ്ങൾ മറ്റൊരു കാര്യം പറഞ്ഞതും, നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് അതിനെ കുറവായി കാണണ്ട, ശ്രദ്ധിക്കുക, അത് നല്ലത് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള സംസാരിച്ചാൽ മതി, അത്രയും മതി. അത് തന്നെ നമ്മുടെ വാല്യൂ കൂട്ടാനുള്ളത്. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോഴുള്ള കുറവ് സംസാരിക്കുമ്പോഴാണ് നമ്മൾ വാല്യൂ കൂടുക എന്ന് അംഗീകരിക്കുക. താങ്ക് യു രതി, താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം. നിങ്ങൾ ആരും എന്നെ പൊക്കി പറയാൻ വേണ്ടി ഒന്നും പറയണ്ട, പറയുകയുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അനുഭവിച്ച കാര്യത്തെ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൽ എനിക്കുള്ള ഇൻവോൾവ്മെൻറ്റിനെ പറ്റി നിങ്ങൾ പറയണ്ട. നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റം നിങ്ങൾക്കുണ്ടായി, അത് എനിക്ക് വേണ്ടി നിങ്ങളൊന്നും പറയണ്ട. കാരണം അതിൻ്റെ ആവശ്യം എനിക്ക് യാതൊന്നും ഇല്ല. എനിക്ക് പബ്ലിക്കിൽ ഓരോ ആളും മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞാൽ മതി. ഞാനിങ്ങനെ എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പരിപാടിയല്ല. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സ്റ്റാൻഡ് ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ എന്തനുഭവിച്ചു എന്ന് സ്വയം വിശകലനം ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് എടുക്കാം, അത് സംസാരിക്കാം. ബിന്ദു പറഞ്ഞു. അതെ സാർ, ഞാൻ ആദ്യത്തെ ദിവസം ഡേ 1 വായിച്ചു. ചിന്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് ഞാൻ ആലോചിച്ചു എങ്ങനെ ചെയ്യണം, അതിന് ഞാൻ മറികടന്നു. 2nd, 3rd, 5th വരെ ഞാൻ വായിച്ചു സാർ. അതിന്റെ 1-2 അസസ്മെന്റ് ഞാൻ എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സാറിന് അങ്ങോട്ട് ഞാൻ തിരിച്ചയച്ചില്ല, അയച്ചു തരാം. എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞ് സാർ, എനിക്ക് എന്റെ ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റി. ഞാൻ ഇതിനു മുന്നേ ഒക്കെ ടൈമിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. എഴുന്നേറ്റോണ്ട് എങ്ങനെയാ സമയം പോകുന്ന അറിയത്തില്ല. വീട്ടിലെ ജോലി ചെയ്തിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അതിനിടയ്ക്ക് ഫോൺ വരികയാണ്, പിന്നെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ 5:30 ആകുമ്പോ എഴുന്നേറ്റ് സാർ, എന്റെ പണി രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെ സാറിന്റെ ലൈവ് ക്ലാസ്സിലില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഞാൻ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഈ സ്റ്റോൺ എടുത്തു വെച്ച് അത് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ 6-6:15 വരെയുണ്ട്. 6:15 കഴിഞ്ഞ് 6:45 വരെ എന്റെ എക്സർസൈസ് ഞാനൊരു യൂട്യൂബിൽ നോക്കി ചെയ്യുന്നുണ്ട് സാർ. അത് കഴിഞ്ഞ് എന്റെ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് എനിക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ കാര്യമാണെങ്കിൽ തന്നെ ഞാൻ സാറിനോട് പല പ്രാവശ്യം ഇവിടെ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വീട്ടിലെ ഓരോ കാര്യം, മകളുടെയൊക്കെ കാര്യം. അതെല്ലാം ഇപ്പൊ നേരത്തെയൊക്കെ എന്റെ ഹസ്ബൻഡ് പുറത്തുപോയാൽ എനിക്ക് ടെൻഷൻ, എപ്പം വരൂ, എവിടാണ്, എന്ത് പറ്റി, എന്താണ് താമസിക്കാത്ത, അവർ ഫോൺ എടുത്തില്ലെങ്കിൽ അവർക്ക് എന്ത് പറ്റി, എന്താണ് എടുക്കാത്ത. ഇപ്പം ഈ ക്ലാസ് വന്നതിന് ശേഷം അവര് വരും, എന്തെങ്കിലും തിരക്കായിരിക്കും, അവരുടെ പണി കഴിയുമ്പോ അവര് വരും. എന്റെ മകള് വരാൻ താമസിച്ചാലും അവരുടെ ക്യാബ് വരാൻ ലേറ്റ് ആയിട്ടായിരിക്കും, വരും എല്ലാരും കൂടെ. അങ്ങനെയുള്ള ഒരു ഇതായിപ്പോയി. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് നേരത്തെ കിടന്ന ഒരു പണിയില്ല, എപ്പോഴും ഫോണിനകത്തും ബുക്കും വെച്ചോണ്ടിരിക്കുക, എന്തുവാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞോണ്ടേ ഇരിക്കുവായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പോഴാണ് ഞാൻ സാറിന്റെ മെസ്സേജ് ചെയ്ത്, ഞങ്ങൾ പുറത്തു പോയിരിക്കുകയായിരുന്നു, വന്നോണ്ടേ സാറിന്റെ പെട്ടെന്ന് ഞാൻ കയറി.
ചോറ് വെക്കുന്നില്ല, ഇല്ല ക്ലാസ് കഴിഞ്ഞിട്ട് നീ ചോറ് വെച്ചാൽ മതി എന്നും പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് ഒരു സപ്പോർട്ടായി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിനോട് ഞാൻ ഈ ഒരു ബിസിനസിന്റെ കാര്യം മെസ്സേജ് ഇട്ടില്ലേ സാർ, സാറ് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ അതങ്ങ് വിട്ട്. അപ്പൊ അവര് വീണ്ടും എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ എന്റെ വീട്ടിൽ വന്ന് വിളിച്ച്, മാഡം നിങ്ങൾ ഹസ്ബൻഡുമായിട്ട് ഒന്ന് വരണം, ഒരു പ്രാവശ്യം ഒന്ന് വന്നൊന്ന് അറ്റൻഡ് ആകുന്നും പറഞ്ഞ്. അങ്ങനെ അവർ 2-3 പ്രാവശ്യം കണ്ടിന്യൂ പിന്നെ ഫോൺ ചെയ്യുകയും വീട്ടിൽ വന്ന് പ്രത്യേക ഇൻവിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ രണ്ടുപേരോടൊപ്പം, എന്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഇന്ന് വന്ന ഉടനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മീറ്റിംഗ് ആണ്, നമുക്ക് പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചൊരുങ്ങി എന്റെ കൂടെ വന്നു. അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ ടയേർഡാണ് വരത്തില്ല, നീ ഒറ്റയ്ക്ക് പോകുന്നു പറഞ്ഞു വിടുവായിരുന്നു. ഏതായാലും എന്റെ കൂടെ വന്ന് മീറ്റിംഗ് അറ്റൻഡായി വീട്ടിൽ വന്ന് ഇപ്പം പുറത്തു പോയി ഞങ്ങൾ വന്ന്. അങ്ങനെ വീട്ടിൽ എല്ലാം ഒരു ഇതായി വന്നു. പിന്നെ പിന്നെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യ സാർ. വീട്ടിലെ ടെൻഷനാണോ ഹോസ്പിറ്റലിലെ ടെൻഷൻ അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞാൻ അവരോട് ദേഷ്യപ്പെടുക, ആരെങ്കിലും പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി ഞാൻ അതിന് ആൻസർ കൊടുക്കുക. ഇപ്പൊ അതൊന്നും ഇല്ല സാർ. അവരുടെ സാറ് എന്റെ പല ക്ലാസ്സും ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയാനെ അവരെ കേൾക്കണം, കേട്ടതിന് ശേഷം മറുപടി പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ അതെല്ലാം എനിക്ക് നല്ല ഇതായിട്ട് വന്നു. അതെല്ലാം എനിക്ക് ഈ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ്. പിന്നെ ഇതിനു മുന്നേ ഒക്കെ ഓരോ ക്ലാസ്സിലും ഓരോരുത്തർ ഈ ടെസ്റ്റിങ്ങിന് പറയുന്നുണ്ടല്ലോ സാർ, എനിക്ക് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് സമാധാനം വേണം, എന്റെ റിലേഷൻ എല്ലാം നല്ലതായിരിക്കണം. എപ്പോഴും എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഫർമേഷൻ ചെയ്തിട്ടില്ല. എനിക്ക് സമാധാനം സന്തോഷം വേണം, എന്റെ ബന്ധങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഏത് അഫർമേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചിലപ്പം യൂണിവേഴ്സ് എന്നെ പരീക്ഷിച്ചായിരിക്കും, എനിക്ക് അറിയത്തില്ല. സാറിനറിയാം സാറേ, 25 വർഷം എന്റെ ഭർത്താവിന്റെ ചേട്ടന് അവരാരാന്ന് പോലും എനിക്ക് അറിയത്തില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. എവിടെങ്കിലും പോയാലും എന്നോട് സംസാരിക്കത്തില്ല, പുള്ളിയോട് മാത്രം സംസാരിക്കുവാൻ. 25 വർഷം എന്റെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് സാർ അവര് മിനിഞ്ഞാന്ന് ഇവിടെ വീട്ടിൽ വന്നു സാർ, ഞങ്ങളുടെ വീട്ടിൽ. അതൊരു ഭയങ്കര എനിക്കത് അസല എനിക്കത് ഉദ്ദേശിക്കാൻ പറ്റില്ല. അപ്പൊ നേരത്തെയൊക്കെ ഞാൻ വിചാരിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് തരുന്നില്ല. അപ്പൊ ഈ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു യൂണിവേഴ്സ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നാളെ അവരുടെ പുതിയ വീട്ടിലോട്ടുള്ള പാലുകാച്ചാണ്. ചിറ്റ നിങ്ങൾ വരണം, 2 പേരും കൂടെ വരണമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചു. അതിന്റെ പിന്നെ അതിനൊരാഴ്ച മുന്നേ എന്നെ അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പോയി കുറെ നേരം സംസാരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവരുടെ മകൾ എന്നെ വന്ന് ഇന്നലെ കാർഡ് വന്ന് വിളിച്ച്, ഞങ്ങൾ നാളെ രാവിലെ പോകാനായിട്ട് ഇരിക്കുക സാർ. അങ്ങനെ ഞാൻ വിചാരിച്ച എന്റെ റിലേഷൻ എന്റെ അടുത്ത് 25 വർഷം സാർ. അവരുടെ വീട് പോലും എനിക്ക് അറിയത്തില്ല, ലൊക്കേഷൻ അയച്ചു തന്ന് ഞാൻ പോകുമായിരുന്നു. എനിക്കറിയത്തില്ല അവരെവിടാ താമസിക്കുന്നെന്ന് പോലും. വെരി ഗുഡ്. അതെല്ലാം എനിക്ക് സാറിന്റെ ക്ലാസ് വന്നതിന് ശേഷം മാത്രം എനിക്ക് ഇത്ര പീസ്ഫുള്ളും എന്റെ ഇത്രയും വർഷം കൂടിയുള്ള ഈ റിലേഷൻ എനിക്ക് കിട്ടിയത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചത് ഇത് മാത്രമാണ്, എന്റെ റിലേഷൻ എല്ലാം എനിക്ക് എന്റെ ഒപ്പം ഉണ്ടായിരിക്കണം. ഇപ്പൊ അതെനിക്ക് ശരിയായി. നമ്മൾ ക്ലാസ് മാത്രം എടുക്കുന്ന നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മിക്ക ആൾക്കാരുടെയും ഫാമിലിയുമായിട്ട് തന്നെയാണ് നമുക്ക് അധികം ബന്ധമുള്ളത്. ബിന്ദുവിൻ്റെ ഭർത്താവായിക്കഴിഞ്ഞാലോ ബിന്ദുവിൻ്റെ മകളായിക്കഴിഞ്ഞാലോ എന്ത് കാര്യത്തിനും വെറുതെ നമ്മൾ വിളിക്കും, സംസാരിക്കും, സംശയങ്ങൾ ചോദിക്കും, കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാവരും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഫാമിലിയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് വെറും ഒരു കോഴ്സ് എന്ന രീതിയിലല്ല നമ്മൾ മുമ്പോട്ട് പോകുന്നത്, ഒരു കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. ശരിയാണ് സാർ. ബിന്ദുവിൻ്റെ മുകളിലൊക്കെ എന്ന് വെച്ചാൽ അങ്കിൾ എന്ന് വിളിച്ച് പറയും, സംസാരിക്കാൻ, ഓരോ കാര്യങ്ങളും അഡ്വൈസ് ചോദിക്കാനും പറയാനും നിൽക്കാറുണ്ട്. അത് സന്തോഷമാണ് കുട്ടികൾക്ക്. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് അങ്ങനെയാണ്. താങ്ക് യു വെരി മച്ച് ബിന്ദു, താങ്ക് യു. ആ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിഷമവും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാറിന്റെ ഓരോ വാക്കും എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഞാനത് ഉൾക്കൊള്ളുക ചെയ്തത്. അപ്പൊ ഉൾക്കൊണ്ട് ഇതായി കഴിഞ്ഞപ്പോൾ എനിക്ക് സാറിന്റെ ആ ക്ലാസ്സിൽ നിന്നും ഓരോ കാര്യങ്ങളും മനസ്സിലായി. അപ്പൊ എൻ്റെ മനസ്സിൽ തന്നെ അതൊരു മാറ്റം വന്നെന്ന് എനിക്ക് അന്നേരമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ കുട്ടികളോട് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കാത്ത, എന്ന് വെച്ചാൽ കേൾക്കാൻ നിൽക്കാത്തതായിരുന്നു എൻ്റെ വീട്ടില് കുട്ടികളുടെ അവസ്ഥ. അപ്പൊ അവരെന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ പറയുന്നത് അമ്മ അത് അങ്ങനെയാണ്, ഞങ്ങളത് അനുസരിക്കാന്നുള്ള ആ ഒരു രീതിയിൽ വന്നു. അപ്പൊ ഞാനത് സാറിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും വഴക്ക് പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാല് കുട്ടികളത് ആദ്യം എന്നെ എതിർക്കും. പക്ഷെങ്കിൽ പിന്നെ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമവും കാര്യമൊക്കെ ആയിരിക്കും.
പിന്നെ എന്നോട് വന്നിട്ട് സോറി പറയും. അപ്പം ഇതൊക്കെ എനിക്ക് ആ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥ അതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലുള്ളതായതുകൊണ്ട് എനിക്കതൊക്കെ അംഗീകരിക്കാനും കുറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതിൽ ഞാനിപ്പോ സാറിന്റെ ക്ലാസ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഒരു 6 മാസം കഴിഞ്ഞു അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ മനസ്സ് പിന്നോട്ട് പോകുമ്പോൾ ഞാനത് അങ്ങനെയല്ല സാറ് പറയുന്ന പോലെ അത് എൻ്റെ ഇതിൽ വരുന്നതല്ല. അത് പിന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മനസ്സിലൊരു ചിന്ത ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ മുന്നോട്ട് പോകുന്നത്. അപ്പം സാറിന് ഞാൻ ഇത്രയും ആയത് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാ. അപ്പം മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല മാറ്റം തന്നെയാണുള്ളത്. താങ്ക് യു സാർ. എല്ലാത്തിനും സാറ് താങ്ക് യു. ബിന്ദുവിന്റെ കഥ മറ്റുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെടുക്കാം. പഴയ കഥയല്ല. ബിന്ദു ഒരു വലിയ സ്റ്റോക്കിൽ നിന്നും വലിയൊരു ട്രാജഡിയിൽ നിന്നും റിക്കവറി ചെയ്തു വന്ന ഒരാളാണ്. മാനസികമായും ശാരീരികമായും മുഴുവനായി തകർന്ന് ഉള്ള അവസ്ഥയിൽ നിന്ന് റിക്കവറി വന്ന ഒരാളാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ അവസ്ഥ നിന്ന ഒരാളാണ് ഇന്ന് ഈ കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്. മക്കള് കാര്യത്തിലായിക്കഴിഞ്ഞാലോ, മരണം, ഭർത്താവിൻ്റെ മരണം, ഇത് ആരോഗ്യാവസ്ഥ എല്ലാം കൂടി ഒന്നിച്ച് ഒരു ലൈഫിൽ ഒരാൾ എങ്ങനെയാണോ തകരുക അതിൻ്റെ മൂർധന്യത്തിൽ തകർന്ന ഒരാളാണ്. എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഇറ്റ്സ് എ വെരി അമേസിംഗ് ആണ് നിങ്ങളുടെ പ്രാക്ടീസിൻ്റെ ഗുണം. താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ്. യെസ്, ബിഗിന. എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ സാറിനോട് എന്നെ ഈ നിലയിൽ എത്തിച്ച സാറിനോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു, പിന്നെ പ്രപഞ്ച ശക്തിനോടും. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ ഓരോ ദിവസം കഴിയും തോറും എനിക്കിപ്പോ നെഗറ്റീവ് എന്താന്നുള്ള ഒരു തോട്ട് പോലെ എന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ വേറെ എന്തെങ്കിലും ടൂൾ എടുത്ത് ഉപയോഗിച്ചിട്ട് അത് അപ്പൊ തന്നെ ഞാനത് കൺവേർട്ട് ചെയ്യും. കാരണം എനിക്കിപ്പോ അതിന് സമയമില്ല, എന്റെ തിരക്കും കാര്യങ്ങളും. ഇപ്പൊ ഞാൻ യാദൃച്ഛികമായിട്ട് ആക്സിഡന്റലി ഞാൻ ഈ ഇത് കണ്ടത്. കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ സലോൺ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് കളക്ഷൻ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാൻ എന്താണോ മനസ്സിൽ ടാർഗറ്റ് വെക്കുന്നത് അതിന്റെ അടുത്തേക്ക് ഏകദേശം എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നു. എങ്ങനെ എനിക്ക് വാക്കുകൾ പറയണമെന്നില്ല. എന്താ പറയാ, ആരെന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കുന്നേ ഇല്ല. എനിക്ക് ഇനി എന്റെ മക്കൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്നെ എന്തെങ്കിലും പറഞ്ഞാലോ, ഞങ്ങൾ ചിലപ്പോ ഈ ബിസിനസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ എനിക്ക് അത് നല്ല രീതിയിൽ പറഞ്ഞ് മാറ്റി കൊടുക്കാനും, ഓരോ ക്ലയന്റ് വരുമ്പോഴും കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇവര് IR5 ഡിസ്കഷൻ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലയന്റിന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ തന്നെ അവരത് ഓക്കെ ആവും. എല്ലാം കൊണ്ടും നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാവുന്നതിലേക്ക് അധികം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാറിന്റെ ക്ലാസ്സുകളിലൂടെ ഞാൻ നമ്മുടെ മനസ്സിന്റെ വിൽ പവർ. പിന്നെ ഫുൾ ടൈം എന്റെ മനസ്സിൽ നന്ദി മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നേരത്തെ നന്ദി പറയും. രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദി പറയും. സാറിന്റെ മിറർ ടെക്നിക്ക്, പിന്നെ സാറിന്റെ ഒരു മണി ഈസ്ലി ഫ്ലോ ടു മീ ടുഗദർ കൗണ്ട് ഡിവൈൻ എന്നുള്ള ഒരു മാജിക് നമ്പർ, അത് ഫുൾ ടൈം എന്റെ മനസ്സിലുണ്ടാവും. എപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ ഇപ്പൊ സാർ ഇതിപ്പോ ഡിവൈൻ കൗണ്ട് ഇന്ന് തൊട്ടിട്ട് ഞാൻ അതും കൂടെ പറയും. പക്ഷെ എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ എനിക്ക് നെഗറ്റീവ് ചിന്തിക്കാൻ വരുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് ഇങ്ങനത്തെ സ്വിച്ച് വേർഡുകളാണ് വരിക. പിന്നെ എന്താ പറയാ, എനിക്കിനി വാക്കുകളില്ല പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയും സാറിന്റെ ക്ലാസ്സുകളിലൂടെ കിട്ടിക്കഴിഞ്ഞ് എനിക്കിനി ചിന്തിക്കാനും ഒന്നുമില്ല. കാരണം എന്ത് വന്നാലും നോ പ്രോബ്ലം. ഡെയിലി 2500 3000 രൂപയിൽ മാത്രം ബിസിനസ് അതെ. ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി 5 ലക്ഷം രൂപ എടുക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ നിന്ന് തകർന്നെടുത്താണ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ട്. ഇന്ന് 50,000 ദിവസത്തെ ടാർഗറ്റ്, അത് താമസിയാതെ 1 ലക്ഷത്തിലേക്കുള്ള ദിവസ ടാർഗറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. എന്നോട് ആ സ്ഥാപനം തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ സാറേ, ഒരു ദിവസം 20,000 രൂപ കിട്ടിയാൽ ഞാൻ സന്തോഷവതിയാവുന്നു. ഞാൻ ആ ഒറ്റയടിക്ക് തിരുത്തി, 20,000 വേണ്ട, 50,000. ഇപ്പോൾ 45,000 വരെ ഒരു ദിവസം കളക്ഷൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പോയിന്റിലേക്ക് വന്ന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, അത്രയും ഡെഡിക്കേറ്റഡ് റിസൾട്ട് വരുന്നു. തിരക്കാന്ന് പറഞ്ഞാൽ വെറുതെ തിരക്കല്ല. ഈ 45,000 50,000 ബിസിനസ് ചെയ്യണമെങ്കിൽ ആ സ്ഥാപനത്തിന് അത്രയും തിരക്കുകളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ എന്നിട്ടും രാവിലെ മെഡിറ്റേഷനോ യോഗയോ എക്സസൈസോ പ്രാക്ടീസുകളോ ഒന്നും നിർത്താതെ
കൊണ്ടുപോകുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇത് എല്ലാവരും നിങ്ങളെല്ലാവരും ഒരു ബിസിനസ്സിൽ മോഡലാക്കി എടുക്കണം. കാരണം ഇപ്പോൾ എന്നെ അടുത്തൊരു സെൻറ്ററും കൂടി തുടങ്ങാൻ വേണ്ടി നടക്കുകയാണ്. അത്രയും വലിയ രീതിയിൽ 50 ലക്ഷം 60 ലക്ഷം രൂപ ഉള്ള ഒരു 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 സ്ഥാപനം തുടങ്ങാൻ 5 ലക്ഷം കയ്യിലില്ലാത്ത ഒരാൾക്ക് പറ്റിയെങ്കിൽ അത് ചെറിയ സംഭവമായിട്ട് കരുതരുത്. അത്രയും ഡെഡിക്കേഷനാണ്, അത്രയും ഇതാണ്. താങ്ക് യു വെരി മച്ച്. പൂർണ്ണമായിട്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഫോളോ ചെയ്തതിൻ്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് മാത്രം. താങ്ക് യു വെരി മച്ച്. നിഷ. ഇപ്പൊ ഞാൻ ഓടി വന്നതാണ് സാറിന്റെ ക്ലാസ് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഇത് പറയുന്ന സമയത്ത് ഞാൻ സലോണിൽ നിന്ന് എന്റെ മോനോട് അടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടാക്കി തരാൻ പറഞ്ഞ് എന്നിട്ട് പറയും മെഡിറ്റേഷൻ ആയിരിക്കും എന്താ പറയാ നിങ്ങൾക്ക് അത് ഇതൊന്നും ഒഴിവാക്കിക്കൂടെ അമ്മ ക്ലൈന്റ് വരുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു അതൊക്കെ റെഡിയില്ലേ, എനിക്കിന്ന് പോയേ പറ്റുള്ളൂ. താങ്ക് യു. താങ്ക് യു. നമസ്തേ സാർ. നമസ്കാരം നിഷ. സാർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ഒന്നിനും ധൈര്യമില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ ഒട്ടും എനിക്ക് ധൈര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എനിക്ക് എന്നിൽ ഒട്ടുമേ വിശ്വാസമില്ല, ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും നടക്കില്ല എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. അവിടെ നിന്ന് സാർ ഇപ്പം പിന്നെ അതുപോലെ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ ഒക്കെ ഞാൻ സ്വയം പുറമോട്ട് മാറി നിന്നിരുന്നൊരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ സാർ എനിക്ക് എൻ്റെ തന്നെ കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നൊരു ധൈര്യമുണ്ട്. എനിക്ക് എന്ത് വന്നാലും ഞാൻ ചെയ്യും. പിന്നെ എന്ത് ഇഷ്യൂ വന്നാലും അതൊന്നും കുഴപ്പമില്ല, അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അതുപോലെ ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ സാർ പ്രസൻറ്റേഷൻ എടുക്കാനും എല്ലാം ഓരോരോ PPT ചെയ്യാനെല്ലാം ഞാനാണ് മുന്നിൽ. അതിനൂടെ ഇപ്പം ഞാൻ 17 years ആയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ വളരെ റെയറായിട്ടേ ഉള്ളൂ എൻ്റെ ഡയറക്ടറിൻ്റെ ഓഫീസിലോ കാരണം അവരോടൊക്കെ സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് അവരോട് സംസാരിക്കും, ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനും എല്ലാ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്, എനിക്കതിന് കഴിയുന്നുണ്ട്. പിന്നീട് വന്നതെന്ന് പറഞ്ഞാൽ സാർ ഞാൻ ഫിനാൻഷ്യലുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അതിന് എനിക്ക് മനസ്സിലായത് ഞാൻ മാനിഫെസ്റ്റോ യുവർ വെൽത്തി ലൈഫ് പഠിച്ചപ്പോഴാണ് കൂടുതൽ എനിക്ക് അത് അവിടെ എന്ന് വെച്ചാൽ സാറിൻ്റെ അതിനകത്ത് ഓരോ ലെസണും ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയതും പിന്നെ സ്കെയർസിറ്റി ഡിറ്റോക്സും പിന്നെ സെൽഫ് വർത്തിനെസ്സും ലാംഗ്വേജ് ഓഫ് അബണ്ടൻസ് ഇതെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എവിടെയാണ് എനിക്ക് ഉണ്ടായിരുന്ന ഇഷ്യൂസ് എന്ന്. അത് ഞാൻ മാറ്റി ഞാൻ പ്രാക്ടീസ് ഡെയിലി ചെയ്തു, ഇന്നർ പവർ ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പം സാർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആവശ്യമുള്ള തുക എനിക്ക് കിട്ടുന്നുണ്ട്, എവിടെ നിന്നാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനുള്ള എനിക്ക് ഭയങ്കര സന്തോഷ സമാധാനം. അതുപോലെ ഇപ്പം സാർ ഈ പറഞ്ഞോളെ മോളുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പം മോൾ എപ്പോഴും പറയും അമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദിനേശ് സാറിനെ കാണും, അമ്മ കിടക്കുമ്പോഴും അമ്മ ദിനേശ് സാറിനെ കണ്ടുകൊണ്ടായിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നത്. അപ്പം ഇന്നാളൊരിക്കൽ കേട്ടപ്പോൾ അവൾ പറഞ്ഞു സാറ് ചോദിച്ചു അമ്മയുടെ മാറ്റം. അത് അമ്മയുടെ മാറ്റം അമ്മയോടല്ല, ഞങ്ങൾക്കാണ് പറയാൻ പറ്റുന്നത് എത്രമാത്രം അമ്മ മാറി എന്നുള്ള കാര്യം എന്നിങ്ങനെ പറയാം. അത് സാർ ഇപ്പം എനിക്ക് സന്തോഷ സമാധാനം സാർ. അത് എല്ലാത്തിനും എൻ്റെ ഈ മാറ്റത്തിന് സാർ വഴി കാണിച്ചു തന്നതിനും എല്ലാത്തിനും ഒത്തിരി നന്ദി. പറഞ്ഞാൽ പറ്റത്തില്ല സാർ. ഓരോരോ ക്ലാസ് ഞാൻ വീണ്ടും സാറിന് ഏത് ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ കയറും. കാരണം സാറ് പറയുന്നത് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചിലപ്പം കൂടുതൽ എനിക്ക് അറിവ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കയറും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു നിഷ സിംഗ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അർച്ചന. നമസ്കാരം സാർ. ഞാൻ സത്യത്തിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും സ്റ്റക്കായി നിന്ന ഒരു മൊമെന്റിലാണ് സാറിൻ്റെ അടുത്ത് വരുന്നത്. എനിക്ക് മുന്നോട്ട് ഒരു പ്രതീക്ഷകളും ഇല്ല, ഒരു ഹോപ്പും ഇല്ലാത്തുള്ള ഒരു അവസ്ഥ. പക്ഷെ അവിടെ നിന്ന് സത്യത്തിൽ എനിക്കൊരു ധൈര്യം തന്നത് സാറാണ്. മുന്നോട്ട് എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് ഉറപ്പിച്ച് ഞാൻ ഇരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ പുറത്തുള്ള ആരോടും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു കോൺഫിഡൻസ് അല്ല, ഒരു കൺഫർമേഷൻ, എനിക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ആരെയും ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം ഇല്ലാത്തൊരു സ്റ്റേജില്. അതെ, ഇപ്പൊ ഫേസ് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഇതിനെ ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലെത്തി എന്നല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായും. വാക്കുകൾ അവിടെ പിടിച്ചു നിൽക്കുന്നു. കാരണം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ തുടക്കം മാത്രമേ ഉള്ളൂ. എത്രയോ വലിയ ഭാരത്തിൻ്റെ ഇടയിൽ നിന്ന് ചെറിയ സമയം കൊണ്ടുള്ള ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വന്ന് എന്നെപ്പറ്റി പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തി.
പക്ഷേ അകത്ത് ഇത്രയുള്ള ഫെയറിനെ ഇമോഷണൽ ഡീടോക്സിക്കേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയി പോകും. അത്ര ആ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുള്ളൂ. കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇമോഷണലി നമ്മുടെ വാക്കുകൾ നല്ലൊരു കോൺഫിഡൻസ്, നല്ല ആത്മവിശ്വാസം, നല്ല എല്ലാം ഉണ്ട്. പക്ഷെ ഇമോഷണൽ അവിടെ ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇമോഷണൽ നമുക്ക് ഇതൊക്കെ ക്ലിയർ ക്ലെൻസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ് നമ്മളത് തുടങ്ങും. അപ്പോഴേക്കും നമുക്കത് ക്ലിയർ ആക്കാം കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. ഈ അടുത്ത PSCയിൽ കയറിയിരിക്കും, തീർച്ചയായിട്ടും കയറിയിരിക്കും. യെസ് യെസ്, ലീന ടീച്ചർ. നമസ്കാരം സാറ്. ഞാൻ സാറിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നിൽ കൂടുതലും നെഗറ്റീവ്, സാറിന് യു നോ വെരി വെൽ അബൌട്ട് മീ, അപ്പോൾ എനിക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു, എപ്പോഴും നെഗറ്റീവ് തോട്ട്സ്. അപ്പോൾ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ അവർ തോട്ട്സ് ആർ ക്രിയേറ്റിംഗ് അവർ ലൈഫ്, ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ നെഗറ്റീവ് തോട്ട്സിന് പോസിറ്റീവ് ആക്കി കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ മെൻ്റലായിട്ട് ഒത്തിരി ഒരു റിലീഫ് കിട്ടി, മെൻ്റൽ പീസ് കിട്ടി. ഞാൻ ചേഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലി തന്നെ ഒത്തിരി, വീട്ടിലൊരു സമാധാനം, കുറേ നാളായിട്ട് വീട്ടിൽ അങ്ങനെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം ഇല്ലായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ അത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ എന്നിൽ മാറ്റം വന്നപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഒത്തിരി ചേഞ്ച് വന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു സെൽഫ് ലവ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊരു എൻ്റെ അപ്പിയറൻസിൽ എനിക്കൊരു എന്തുകൊണ്ടോ ചെറുതിലെ മുതലേ എനിക്കൊരു അപ്പിയറൻസിൽ ഒരു ഇൻഫീരിയോറിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം ആ മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ എന്നിൽ നല്ല ഒരു സെൽഫ് ലവ് ഉണ്ട്. സെൽഫ് ലവ് നേരത്തെ ഇല്ലായിരുന്നു. എനിക്ക് മിററിലേക്ക് നോക്കാൻ തന്നെ എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഫിനാൻഷ്യൽ കൈകാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു. സാറിൻ്റെ ക്ലാസ്സിൽ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഹസ്ബൻഡിൻ്റെ ചോദിക്കും, ഞാനിത് ചെയ്തോട്ടെ അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി മാറി. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നു, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസയുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിലും ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഈവൻ ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനിത് ചെയ്യട്ടെ അങ്ങനെ ചോദിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ പുള്ളിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അഫർമേഷൻസ് എഴുതി മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റ്, എനിക്ക് ഒത്തിരി 6 o'clock എനിക്ക് ഇറങ്ങണം, അതുകൊണ്ട് ഒരു 5 മിനിറ്റ്, പക്ഷേ ആ 5 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് അഫർമേഷൻ എഴുതി സ്കൂളിൽ എത്തുമ്പോൾ എനിക്ക് എന്തോ ഒരു പോസിറ്റിവിറ്റിയാണ് അനുഭവപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നു. അപ്പം താങ്ക് യു വെരി മച്ച് സർ. സാറിൻ്റെ അടുത്ത് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒത്തിരി തിരക്കുകളുണ്ടെങ്കിലും ഞാൻ എൻ്റെ തിരക്കുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ കയറി ആ സാറിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഒത്തിരി എനിക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം താങ്ക് യു. ടീച്ചർ ആദ്യം നമ്മളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾക്ക് എത്രത്തോളം നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റും, അങ്ങനെയായിരുന്നു നമ്മൾ 1 to 1 സംസാരിച്ചത്. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ ഇത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി പ്രൊഫഷണലാണ്. ആ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു മാനേഴ്സും മിക്സ് ചെയ്യാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. മെൻ്റലി ഫുള്ളി ഡ്രൈൻ ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെ സംസാരിച്ച ആളാണ്. പക്ഷേ അന്നേരം ടീച്ചർ തീരുമാനിച്ചു ഇത് മാറ്റേണ്ടതാണ്, എന്നിലാണ് ഇരിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് ഓപ്പണായിട്ടാണ്, മാഡം നിങ്ങളിലാണുള്ളത്, ഇതിനെ മാറ്റിയാൽ മാത്രമേ അവിടെ മാറുള്ളൂ എന്നുള്ള ഒറ്റ പ്രസ്താവനയോടെ എന്നാൽ പിന്നെ ഞാൻ റെഡിയാണ് സാറേ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാണ്. ചെറിയ സമയം കൊണ്ട് ഈ ലൈഫ് ഒരു എൻറ്റയർ ഫാമിലിക്കകത്തുള്ള ചേഞ്ചസ് ആണ്. ടീച്ചറുടെ ഹസ്ബൻഡ് നമ്മുടെ എല്ലാ ക്ലാസ്സുകൾക്കും ഓൾമോസ്റ്റ് ക്ലാസ്സുകൾക്കുണ്ട്, അദ്ദേഹത്തിനും നല്ല മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു എൻവയൺമെൻറ്റ് സന്തോഷം. അപ്പം അത് കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്നു. ഇനി വരാനിരിക്കുന്ന വലിയൊരു എയിമുണ്ട് നമ്മുടെ
ആ എയിമിലേക്ക് ഇതുപോലെ ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ ലൈഫിൽ ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ പഠിപ്പിക്കാനുള്ള നല്ലൊരു എന്താ പ്രസന്നമായിട്ടുള്ളൊരു മുഖവും പ്രസന്നമായിട്ടുള്ള അവസ്ഥ ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്യാമറ എന്ന് പറയുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പറഞ്ഞത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ ആൾക്കാർ എത്ര പ്രൊഫഷണലാണ്, എത്ര സാലറി വാങ്ങിക്കുന്നു, ഹൗ മച്ച് മണി ദേ ഹാവ്, ഇതൊന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെൻ ദേ സ്റ്റാർട്ട് ലവിങ് ദംസെൽഫ്. അവരവരെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഈ മാറ്റങ്ങളെല്ലാം സംജാതമാകുന്നത്. താങ്ക് യു വെരി മച്ച് ടീച്ചർ. താങ്ക് യു. ബിന്ദു എന്തോ പറയണ്ട്, പറഞ്ഞോ ബിന്ദു. ആ സാർ, ഞാൻ ഇന്ന് പോയൊരു മീറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞില്ലേ സാർ കുറച്ചു മുമ്പേ. ആ അത് ഇന്ന് 2000 പേരുടെ മീറ്റിംഗ് ആയിരുന്നു സാർ. അവിടെ ഇന്ന് വന്ന ആ കമ്പനിയുടെ അംബാസിഡറിന് ഞാൻ 18 വർഷം മുൻപ് ഡെലിവറി ചെയ്തതായിരുന്നു അവരുടെ മകൾക്ക്. അത് ഇന്ന് ആ 2000 പേരുടെ മുന്നിൽ വെച്ച് അവർ പറഞ്ഞു സാർ, എന്നെ ഹഗ് ചെയ്തു. അത് അധികം അധികം താമസിയാതെ നീ ഈ പോസ്റ്റ് വരണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, ഭയങ്കര സന്തോഷമായിരുന്നു. കൺഗ്രാജുലേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്സ്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സെൽഫ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന് സന്തോഷം. ഇത് പറഞ്ഞത് വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും ഇനിയും ബാക്കിയുള്ള എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ പറയാനുണ്ടാവും. സമയം, സന്ദർഭങ്ങൾ നമുക്ക് ഇതിനകത്ത് സാധ്യമാവാത്തത് കൊണ്ടാണ് പറയാത്തതെന്നും അറിയാം. പക്ഷേ എന്നെ സന്തോഷിപ്പിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഓരോ ആളിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നിമിത്തമാകാൻ സാധിച്ചു എന്നത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത്. ഇത്തരം ഞാനിവിടെ എല്ലാ സമയവും രാവിലെ 3:30 മുതൽ രാത്രി 10 മണി വരെയുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ, എൻ്റെ ടൈമിൽ ഞാൻ പകർന്നു നൽകുന്ന, എനിക്ക് ലഭിച്ച കാര്യങ്ങളെ നിങ്ങളിലേക്ക് പകർന്നു തരുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരുദക്ഷിണയായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടായ മാറ്റത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക, എന്നിട്ട് അവരിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. നിങ്ങൾ എത്രയും ഇതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് കൂടി ഇൻസ്പിറേഷൻ ആകുക. അതിലൂടെ നിങ്ങൾ ഒരാൾ മാറി എന്ന് കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇത് മാറ്റത്തിന് പ്രാധാന്യമാണ്. ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് പിന്നെയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നുള്ളത് മറക്കാതിരിക്കുക. അതാവട്ടെ നിങ്ങളുടെ ഓരോ ആളുടെ നിയോഗം. നമ്മൾക്ക് കിട്ടിയത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കർമ്മ പൂർണ്ണമാകുക എന്നും കൂടി മനസ്സിലാക്കുക. എല്ലാവരോടും ഇവിടെ വാങ്ങുന്നു. നമുക്ക് വീണ്ടും കാണാം. ക്ലാസ്സുകളിൽ പങ്കെടുക്കുക. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും താങ്ക് യു. നമുക്ക് മെഡിറ്റേഷന് പോകാൻ സമയം. താങ്ക് യു.